നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ ഇല്ലേ? ഒരു ചെറിയൊരു തർക്കമാണ്. പ്രാർത്ഥന ഉണ്ടോ എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന ദുബറ കുല്ലി സ്വലാ. എല്ലാ നമസ്കാരങ്ങളുടെ പിറകിലുമുള്ള പ്രാർത്ഥന ഇജാബത്തുള്ള സമയമാണ്, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇമാമ് ഉറക്കെ പ്രാർത്ഥിച്ച് മഅ്മൂമിനെ കൊണ്ട് ആമീൻ എടുപ്പിക്കണോ, അല്ല മുഴുവൻ ആളുകളും അവരുടെ കാര്യം അള്ളാഹുവിനോട് പറയണോ? അവിടെ നമ്മൾ റസൂലിലേക്ക് മടങ്ങുക. അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20,000-ലധികം വരുന്ന ജമാഅത്തിന്റെ നേതൃത്വം കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20,000-ലെ 20 പോയിട്ട് 5 പോയിട്ട് ഏതെങ്കിലും ഒരു വഖത്തിൽ അള്ളാഹിന്റെ റസൂൽ ദുആ ചെയ്യുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാം. ഇനി ചെയ്യണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. പ്രവാചകൻ ചെയ്തു കാണിച്ചാൽ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും സുന്നത്തിന്റെ വൃത്തത്തിൽ അതിനെ കൊണ്ടുവരാം. അതില്ലാത്തിടത്തോളം കാലം എന്റെ ഹബീബ് എങ്ങനെയാണോ മദീനത്തെ പള്ളിയിൽ ഇമാം നിന്നത്, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബ അതിനേക്കാളും ഈമാനിന്റെ നിറകുടങ്ങളല്ല നമ്മൾ ആരുമെങ്കിൽ അവരെങ്ങനെയാണോ റബ്ബിനോട് പ്രാർത്ഥിച്ചത് അതുപോലെ പ്രാർത്ഥിക്കുന്ന യഥാർത്ഥമായ സുന്നിയാണ് ഞാൻ. നിസ്കാരം കഴിഞ്ഞാൽ റബ്ബർ ബന്ധ തറയിലേക്ക് എറിഞ്ഞ പോലെ എഴുന്നേറ്റോടുന്നവനല്ല, ദുആ ചെയ്യുന്നവൻ തന്നെയാണ് വിശ്വാസി. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം? റസൂലുള്ള പ്രാർത്ഥിച്ചതുപോലെ. എങ്ങനെ ദുആ ചെയ്യണം? സ്വഹാബത്ത് ദുആ ചെയ്തതുപോലെ. അങ്ങനെ ദീനിനെല്ലാം ഖുർആനിലേക്കും ഹദീസിലേക്കും തർക്ക വിഷയങ്ങളെ മടക്കാം. പ്രിയമുള്ളവരെ, സുന്നത്തും ജമാഅത്തും പ്രവാചകന്റെ ചര്യയും സ്വഹാബത്തിന്റെ ഏകോപനാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ബിദ്അത്ത്. നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള സംഭവമാണ്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഒരുപക്ഷെ ഇന്നിവിടെ ഈ പ്രഭാഷണത്തിൽ വന്നിരിക്കുന്ന ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും പുത്തംവാദികള്, ബിദഈകള് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ബിദഈകള്? പുതിയ ആചാരം ചെയ്യുന്നവരാണ്. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട്, ഹൃദയത്തെ ടച്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കാൻ, ഏത് കാര്യമാണ് റസൂലും സ്വഹാബത്തും പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യണമെന്നവർ അവകാശപ്പെട്ടത്? നമ്മൾ ഒരിക്കലും അള്ളാന്റെ ദീനിലുള്ള ഒരു കാര്യത്തെ എടുത്തു കളയുന്നില്ല. ഒന്നും അതിലേക്ക് എടുത്തു വെക്കരുത് എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ബിദ്അത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുൻമാതൃകയില്ലാതെ പുതുതായി ഒന്ന് കൊണ്ടുവരിക എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഭാഷ ഉപയോഗിച്ചത് ബദീഉസ് സമാവാതി വല്ലർള്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഓക്കെ. വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം കഴിക്കുന്നവർ പുതുതായി കൊണ്ടുവന്നതാണ്. ഇനി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ പുതിയ ആചാരത്തെ കൊണ്ടുവരലാണ് ബിദ്അത്ത് എന്ന് പറയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു. അപ്പൊ നമ്മളൊരു കാര്യം കൊണ്ടുവന്നിട്ട് പറയാം ഇത് നല്ല കാര്യമാണ്, ഇത് മതത്തിലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് പുത്തൻ ആചാരമാണ്, അത് പുത്തൻ ആചാരാൻ. ഇനി നിങ്ങൾ മനസ്സിലെ ഒന്ന്, ഹൃദയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവരണേ? ഒരു 30 കൊല്ലം പിറകിലെ ഈ പുൽപ്പറ്റയുടെ പരിസരങ്ങളിൽ ഇല്ലാത്ത ഏതൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് ശേഷം പോന്ന് നമ്മൾ പറയും ആ ഉസ്താദ് ഇജാസത്ത് തന്നതാണ്, ഈ ഉസ്താദ് വന്നപ്പോഴാണ് ഇത് തുടങ്ങി വെച്ചത്, മുമ്പ് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ തുടങ്ങിയ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് ഓരോന്നിങ്ങനെ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേട്ടുപരിചയമുള്ളൊരു സംഭവമാണല്ലോ ഈ മഹ്ദറത്തുൽ ബദരിയ, മജ്ലിസുന്നൂർ, ഈ 2 സംഭവം അങ്ങനെ കേട്ടുപരിചയമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ്. പക്ഷെ നമ്മൾ സ്വാഭാവികമായും എത്ര നാളായിട്ടുണ്ടാകും മജ്ലിസുന്നൂർ എന്ന വാക്ക് കേട്ടിട്ട്? എത്ര നാളായിട്ടുണ്ടാകും മഹ്ദറത്തുൽ ബദരിയ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്? അള്ളാന്റെ റസൂലിന്റെ ദീനിന് 1400 പഴക്കമല്ലേ? നമ്മളിങ്ങനെ പറയും മുഹിയുദ്ദീൻ മാല, റിഫായി മാല പാടാത്തവനൊന്നൊരു മുസ്ലിം എന്നല്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങൾ ലോകത്തപ്പം എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. കേരളത്തിൽ മാത്രമാണോ? നമ്മളിങ്ങനെ മക്കയിൽ പോയാൽ അവിടുത്തെ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് നമ്മൾ ചോദിക്കാണോ 2 മുഹിയുദ്ദീൻ മാല ഒരു കുത്തുബിയ്യത്ത് പറഞ്ഞാൽ അവർ മേപ്പെട്ട് നോക്കും, ഇതെന്ത് ഈ സംഭവം? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുമാണ് ഞങ്ങൾക്ക്. അവർ പറയും ഇവിടെ ഫത്വ റബ്ബാനി ഉണ്ട്,
ഫുതുഹുൽ ഗൈബുണ്ട്, അത് ലോകത്ത് എവിടെയും കിട്ടും. അതിന്റെ നമ്മൾ അബ്ദുൽ ഖാദർ ജീലാനിയോട് സ്നേഹമുള്ള നമ്മൾ പഠിപ്പിക്കാതെ പോയി അതിൽ എന്തൊക്കെ ഒരു തരികട നടന്നിട്ടില്ലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുതുതായി ദീനിലൂടെ കൊണ്ടുവരലാണ് ബിദ്അത്തെങ്കിൽ അള്ളാന്റെ ദീനിൽ അതിന് സ്ഥാനമില്ല. അള്ളാന്റെ മുത്ത് റസൂൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ റസൂല് പറഞ്ഞു, നീ അയച്ചതായ നിന്റെ പ്രവാചകൻ എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ, ഒരു സ്വഹാബിയോടത് ചൊല്ലാൻ വേണ്ടി പറയുമ്പോ ആ സ്വഹാബി ചൊല്ലിക്കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്ക, നിനക്ക് ഞാൻ എന്താ പറഞ്ഞത്? വബി നബിക്കല്ലദീ അർസൽത, നീ എന്താ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത്? വബി റസൂലിക്കല്ലദീ അർസൽത, അള്ളാന്റെ ഹബീബ് പറഞ്ഞു പറ്റൂല, വബി നബിക്കല്ലദീ അർസൽത. എന്തേ? മുഹമ്മദ് നബി റസൂലല്ലേ, റസൂലാണ് എന്ന് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മിന്റെ പ്രവാചക ചക്രവർത്തിയാ. പക്ഷെ അള്ളാന്റെ വഹിയിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദം പഠിപ്പിച്ചാൽ ആ വാക്കിനെ പോലും മാറ്റാൻ നമുക്കാർക്കും അധികാരമില്ല എന്ന് സ്വഹീഹ് ബുഖാരിക്ക് ശറഹ് എഴുതിയ പണ്ഡിത ലോകമാണ് വിലയിരുത്തിയത്. നമ്മുടെ വക നോക്കി, നബി എന്ന വാക്ക് മാറ്റി റസൂൽ എന്ന വാക്ക് പോലും നമ്മുടെ വക വെക്കാൻ അള്ളാന്റെ ദീനിൽ അധികാരമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അടിവരയിട്ട് പഠിക്കണം. ഒരു സൂചി പൊട്ടുകാര്യം എന്റെ വക ഇന്നതാണെന്ന് പറഞ്ഞേ അള്ളാന്റെ ദീനിൽ പറഞ്ഞില്ല. അള്ളാഹു കൊടുത്ത വഹിയല്ലാതെ, അല്ല പഠിപ്പിച്ച വഹിയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സൂചി പൊട്ടുകാര്യം പോലും അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിലൂടെ പറഞ്ഞു തന്നിട്ടില്ല. ഒക്കെ അള്ളാന്റെ വഹിയാണ്. പ്രിയമുള്ളവരെ, നല്ലതല്ലേ എന്ന് കരുതി നമുക്ക് പോലും കൊണ്ടുവരാൻ അവകാശമില്ല. സ്വഹീഹുൽ ബുഖാരി 924 നമ്പർ ഹദീസാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സൽമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂദർദാന്റെ ഭാര്യ ഉമ്മുദ്ദർദാ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അബൂദർദാ പകൽ മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നമസ്കാരമാണ്, കുടുംബമായിട്ട് പോലും ഒരു ശ്രദ്ധയില്ല എന്ന് പറയുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്നു അബൂദർദായിനെ. അബൂദർദാ കടന്നു വന്നപ്പോ പറഞ്ഞു, അബൂദർദാ നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാ നിർബന്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. രാത്രിയിലൂടെ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ, നിന്റെ റബ്ബിനോട് നിനക്ക് ഹക്കുള്ളത് പോലെ നിന്റെ കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട് അബൂദർദാ, അവളോട് കൂടെ നീ കഴിച്ചു കൂട്ടണമെന്നാ. രാത്രിയുടെ അവസാന സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാലും നിന്റെ സുബഹിന്റെ നേരത്തെ പ്രവാചകന്റെ സന്നിധിയിലൂടെ കടന്നു വന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, ഇന്നലെ വരെ കടന്നുപോയ എന്റെ ജീവിതങ്ങളിലോട് എല്ലാ പകലുകളും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പുകാരനാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളെ മുഴുവനും ഇതാ എന്റെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്ന് നമസ്കരിച്ചിരുന്നവനാണ്. പക്ഷെ ഇതാ എന്റെ സൽമാൻ അതിനെ മുടക്കിപ്പോയി നബിയേ. നടന്ന കാര്യങ്ങള് A to Z ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹന്റെ മുത്ത് റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ. സൽമാനിന്റെ പ്രവർത്തനമാണ് ഹക്ക്, സൽമാന് ചെയ്തതാണ് ശരിയെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞെന്താ? രാത്രി നിസ്കാരം നല്ല കാര്യമില്ലേ? നല്ല കാര്യമാണ്. പകലിലെ നോമ്പ് നല്ല കാര്യമില്ലേ? നല്ല കാര്യമാണ്. കഴിവിന്റെ പരമാവധി മനോഹരമായി ചെയ്യാൻ അള്ളാന്റെ മുത്ത് റസൂല് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ തുടർച്ചയായി നോമ്പെടുക്കാൻ, എല്ലാ രാത്രികളിൽ നിന്നും നമസ്കരിക്കാൻ അള്ളാന്റെ മുത്ത് റസൂൽ അനുവാദം നൽകിയിട്ടില്ല. പ്രവാചകനിൽ നിന്ന് ആര് അതിര് കടക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവനല്ല എന്നാ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ദീനേതാ? റസൂൽ അന്ന് പൂർത്തീകരിച്ച ദീന് ചെയ്യാം.
അതിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞാൽ ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്യപ്പെടും. നിങ്ങൾ നോക്കേ, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 3-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരുകയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു എന്നാണ്. ദുൽഹജ്ജ് 9 പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹിന്റെ ഹജ്ജത്തുൽ വിദാഇലെ വിടവാങ്ങൽ ഹജ്ജില് ദുൽഹജ്ജ് 9 അസർ നമസ്കാര ശേഷം അറഫയുടെ മൈതാനിയില് ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീലു അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ആയത്താണ്. ഇസ്ലാം പൂർത്തീകരിച്ചു. അവിടുന്ന് ദുൽഹജ്ജും കടന്നു, മുഹറവും കടന്നു. സഫറിന്റെ അവസാനത്തില് റസൂലുള്ളാഹിക്ക് വഫാത്തിന്റെ രോഗം വരികയാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലോട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട പറയുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലോട് അല്ലാഹ് പറയാ, ഈ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അതിലേക്കൊന്നും എടുത്തു വെക്കാനുമില്ല, ഒന്നും എടുത്തു കളയാനുമില്ല. ഞാൻ പറഞ്ഞതാണോ? അല്ല. മഹാനായ ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഗ്രന്ഥത്തിൽ തന്റെ ഉസ്താദിന്റെ ഉദ്ധരണി രേഖപ്പെടുത്തുന്നു. പേജ് നമ്പർ 49. എന്താ ഇമാം മാലിക് പഠിപ്പിച്ചത്? من ابتدع في الإسلام بدعا يراها حسنا, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആധാരം കൊണ്ടുവന്ന് നല്ലതല്ലേ എന്ന് വാദിക്കുമ്പോ ഫഖദ് സഅമ, അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫി റിസാല, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. ഒരാൾ മതത്തിൽ പുതുതായിട്ടൊന്ന് കൊണ്ടുവരും. ഇപ്പൊ ഒരു മാസാന്ത സ്വലാത്ത് കൊണ്ടുവരാം. സ്വലാത്ത് ഇസ്ലാമിലില്ലേ? ഉണ്ട്. സ്വലാത്ത് ചൊല്ലിയ കൂലില്ലേ? കൂലിയുണ്ട്. സ്വലാത്ത് ധാരാളമായി ചൊല്ലേണ്ട ഒന്നാണ്. നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലുന്നുവോ അത്രയും അൽഹംദുലില്ലാഹ് നമുക്ക് പ്രതിഫലമുണ്ട്. അതിനെ എണ്ണം രൂപീകരിച്ച് മാസത്തിൽ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ഇത് ദീനാണെന്ന് പറഞ്ഞൊരു കാര്യം പഠിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യത്തെ കൊണ്ടുവന്നാൽ അത് പുണ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ നല്ല കാര്യം പറഞ്ഞു തരാതെ റസൂലുള്ളാഹി നമ്മളെ വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണ് അവനെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അടുത്ത വാക്ക് പ്രിയമുള്ളവർ അടിവരയിട്ട് വെക്കേണ്ട ഒരു വാക്കാണ്. ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ ഫലാ യകൂനുൽ യൗമ ദീനാ, അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ അവ്വലുകൾ കടന്നു പോയതാണ്. അന്ന് 12 പ്രത്യേകമായ ഒരു ആഘോഷമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ബദറും ഉഹുദും നടന്നതെങ്കിൽ ഒരുപാട് റമദാൻ കടന്നു പോയപ്പോ അതിന്റെ 17 ബദരീങ്ങളുടെ ഒരു ആണ്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? സ്വഹാബത്താണ്. അവരൊക്കെ വിട പറഞ്ഞിട്ട് അവരുടെ ഖബറുകൾ അല്ലാഹുവിന്റെ ഹബീബ് മക്കാമുകളാക്കിയിട്ടില്ലെങ്കിൽ, അവിടെ ഒരു നിലവിളക്ക് കൊളുത്തിയിട്ടില്ലെങ്കിൽ, അവിടെ ഒരു ഉറൂസ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ഹിജറ 2 നടന്ന ബദറിനെ അനുസ്മരിച്ചിട്ടോ പിന്നീട് വിട പറയുന്ന കാലഘട്ടം വരെ ഒരു മഹ്ലറത്തുൽ ബദരിയ മജ്ലിസുൻ നൂർ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല.
റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോട് ജാറം മൂടുന്ന സമ്പ്രദായമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഉമ്മമാരെ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതേ ഇന്ന് ദീനായി മാറാവൂ. അന്നില്ലാത്തതൊന്നും ഇന്നും നിങ്ങൾക്ക് ദീനല്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മതമില്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളൊന്ന് വിലയിരുത്താം. ഞാൻ ചെയ്യണ ഏതൊക്കെ കാര്യ ഒറ്റ കാര്യം മതി. ഇവിടത്തെ മുഴുവൻ ആളുകളോട് നമ്മൾ പറയുന്നത് ഒരു പേപ്പർ എടുക്കാം. ഒരു ദിവസം മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ അതിലിങ്ങനെ എഴുതി വെക്കാം. രാവിലെ എണീറ്റത്, പല്ല് തേച്ചത്, പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റത്, വുളു എടുത്തത്, 2 റക്അത്ത് നിസ്കരിച്ചത്, സുബഹി ജമാഅത്തായി നിർവഹിച്ചത്, അതിനുശേഷം ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത്, ഒരു കുത്തുബിയത്ത് ഓതിയത്, ഹദ്ദാദ് ഓതിയത്, ഒന്ന് നഖം മുറിച്ചത്, ഒന്ന് കുളിച്ചത്, ഒന്ന് ളുഹാ നമസ്കരിച്ചത്, അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ A to Z ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ 1400 കൊല്ലം മുട്ടണതൊക്കെ നമുക്ക് ചെയ്യാം. കാരണം എന്താ? അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീനാൻ. നഖം മുറിക്കുന്നതിന് 1400 പഴക്കമുണ്ട്, വുളു എടുത്തതിന് 1400 പഴക്കമുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിയതിന് 1400 പഴക്കമുണ്ട്, ഖുർആനിലെ പാരായണത്തിന് 1400 പഴക്കമുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു മുഹിയുദ്ദീൻ പാടി, അത് 400 ബ്ലോക്കായി കോഴിക്കോട് എത്തിയുള്ളൂ, റസൂലിലേക്കൊട്ട് എത്തിയതുമില്ല. അവിടുന്ന് ഒരു കുത്തുബിയത്ത് പാടി, അതും 400 ബ്ലോക്കായി, അത് തമിഴ്നാട് കായൽപട്ടണം വരെ എത്തി, അതിനെ മേലേക്ക് പോയില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എത്തുന്ന 1400 പിൻബലമുള്ളത് മുഴുവൻ നമുക്ക് ചെയ്യാം. അല്ലാത്തതിനെ നമ്മളങ്ങോട്ട് മാറ്റിവെക്കുക. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയങ്ങൾ. എന്നിട്ട് നമ്മൾ പറ, ഞാൻ പുതിയതായിട്ടൊന്നും ചെയ്യണില്ല എന്ന് പറ. പ്രിയമുള്ളവരെ, പുതുതായി കടന്നു വന്നാൽ ഉണ്ടാവണ പ്രശ്നം എന്താണെന്നറിയോ? സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ 3 പോയിന്റിൽ ഈ സംസാരം അവസാനിപ്പിക്കാം. 1, അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഒന്ന് കടന്നു വന്നാൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ പലതും തകർന്നു പോകും. ബിദ്അത്ത് വരുമ്പോ സുന്നത്തുകൾ പലതും തകരും. രണ്ടാമത്തെ വിഷയം, സുന്നത്തിലെ 1 രൂപയുടെ കച്ചവടമില്ല. ബിദ്അത്തായ ഏർപ്പാടുകളുണ്ടോ? മതവാണിഭങ്ങൾ, കച്ചവടങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ കടന്നു വരും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമാണ്, സുന്നത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായ ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും ഇല്ല. പക്ഷേ ബിദ്അത്താണോ? അതിലൂടെയാണ് റബ്ബല്ലാത്തവരോടുള്ള ദുആ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായ തേട്ടങ്ങളൊക്കെ കടന്നു വരുന്നത് ബിദ്അത്തിലൂടെയാണ്. ഒന്ന് വിലയിരുത്തി നോക്കിയ നിങ്ങൾ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദീനില് എവിടെങ്കിലും 1 രൂപയുടെ കച്ചവടം ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പ്രിയമുള്ളവരെ, ഇപ്പൊ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ 5 നയാ പൈസന്റെ ചെലവിലില്ല ഇസ്ലാമില്. വൈദീഷിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടണമെങ്കിൽ മിനിമം 2 കിലോ അരിയും 2 കിലോ ചിക്കനും 1000 റുപ്യ കൈമുടക്കൂല്ല, നടക്കൂലല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാൻ 5 നയാ പൈസന്റെ ചെലവില്ല. നമ്മളൊക്കെ സാധാരണ പറയലേ, ഞാൻ 2 പോയിന്റ് ചേർത്ത് വെച്ച് പറയാൻ. ഒന്ന്, റസൂല് പഠിപ്പിച്ച ആചാരങ്ങൾ വരുമ്പോൾ സുന്നത്തിന് തകരാറില്ല, കൃത്യം നടക്കും. പക്ഷെ ബിദ്അത്ത് വന്നാൽ സുന്നത്തുകൾ ഇങ്ങനെ സുന്നത്തുകളെ തകരും. ഇപ്പൊ നമ്മളെ മുജാഹിദരെ പറ്റി പറയും, അവർക്ക് പ്രാർത്ഥന ഇല്ലാത്ത ആൾക്കാരാണ്. ഇത് വളരെ കുറ്റപ്പെടുത്തി പറയാൻ കണ്ടില്ലേ? ഉമ്മ മരിച്ചിട്ടൊരു ദുആ കണ്ട് നമ്മളൊക്കെ അൽഫാത്തിഹ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ മുജാഹിദരൊക്കെ വഹാബികളൊക്കെ കൈ ഇങ്ങനെ താഴ്ത്തിയിടും. അവർക്കൊന്നൊരു പ്രാർത്ഥനയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആൾ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ മനസ്സൊക്കെ ശരിയാ. നമ്മുടെ വലിയ ശൈഖുന വന്നിട്ട് ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറത്തി മമ്മാതു മിന്നാ ഖാസ്സ അൽഫാത്തിഹ എന്നൊക്കെ പറയുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ആലോചിക്കുക, അതുപോലൊരു കച്ചവടമാണ്. ഞങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല, സാധാരണക്കാരനോടാണ്. നാട്ടിൽ ഇത് നടക്കുന്ന കച്ചവടം ഉണ്ടോ ഇല്ല എന്നുള്ളത് വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയും. കാരണം എന്താ അറിയോ? ഒരാൾ മരിച്ചാലും മരിച്ചാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നല്ല പൈസ ഉള്ള ആളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന രീതി വേറെ ഇരിക്കും, ഇടനിലക്കാരൻ്റെ വീട്ടിൽ വേറെ ഇരിക്കും, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ വേറെ ഇരിക്കും. അതിൽ പൈസ ഉള്ളവനാണെങ്കിൽ ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറത്തി മമ്മാതു മിന്നാ ഖാസ്സ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ പറഞ്ഞു വലല്ലാഹീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം. അവിടെ ഐനൊക്കെ എവിടുന്ന വരിക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഒരു ഇടത്തരക്കാരൻ്റെ വീട്ടിൽ അത് നാട്ടിൽ നടക്കണ്ടോ ഇല്ലെന്ന് മാത്രങ്ങൾ ഒരാളെ മോശപ്പെടുത്തിയെന്ന് വിചാരിക്കേണ്ട. ഇതല്ല ദീനെന്ന് പറയാനാണ്. ഒരു ഇടത്തരക്കാരൻ്റെ വീട്ടിലാണ് ഒരു മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഒറ്റ പോക്കാണ്. പറ്റ പാവപ്പെട്ടവൻ്റെ വീട്ടിലോ ഒരു മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അവനക്ക് യാസീനുമില്ല. ഇത് നടക്കണ്ടോ ഇല്ലെന്നുള്ള മൗലൂദ് ഓതുമ്പോഴോ ഒരു സുആലിനൊരു ജവാബ്, ഒരു സുആലിന് ഒരു ജവാബ്. ഇടത്തരക്കാരനാണെങ്കിൽ 2-3 സുആലിനൊരു ജവാബ്. പാവപ്പെട്ടവനാണെങ്കിൽ മങ്കൂസ് മൗലൂദ് ആദ്യത്തെ 7 സുആലും കഴിഞ്ഞ് ഒറ്റ ജവാബ് അടിക്കല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇരിക്കണവർക്ക് പുറത്തുക്കണവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇ ലബ്തഗി വൽ ഹബീബിൽ അറബി അൻത തത്ലഉ ബൈനന. ഈ അൻത തത്ലഉ സുആലൻ അതിന്റെ ജവാബാണ് അസ്സലാത്തു അലൻ നബി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയലേ. അപ്പോൾ അത് സാധാരണ ഒക്കെ കഴിഞ്ഞ് ഒറ്റടി അടിച്ചിട്ട് എളുപ്പത്തിൽ മൗലൂദ് തീർക്കേണ്ട ഏർപ്പാടുണ്ട്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നത്. കാരണം എന്താ, ദീനിൽ ഇസ്ലാമിൽ ഇനി പ്രാർത്ഥനയ്ക്ക് നമ്മളൊന്ന് കടന്നു വരിക. നമ്മൾ പറയുന്നത് മുജാഹിദീർക്ക് പ്രാർത്ഥന ഇല്ല, മരിച്ച വീട്ടിൽ അവര് പ്രാർത്ഥിക്കൂല, ഖബറിന്റെ അടുത്ത് പോയാൽ അവർക്ക് പ്രാർത്ഥനയില്ല, ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോഴും അവര് ദുആ ചെയ്യൂല, കല്യാണത്തിന് പുതിയ ആപ്പിള ഇറങ്ങുമ്പോഴും അവര് പ്രാർത്ഥിക്കൂല എന്ന് പറയുന്ന ആളുകളോട് പക്ഷേ നിങ്ങൾ പഠിക്കണേ, പ്രാർത്ഥനയല്ല അൽ ഫാത്തിഹ എന്ന ചടങ്ങാണ് കൊണ്ടുവന്നത്. കാരണം എന്താണെന്നറിയോ, ഒരാൾ ഗൾഫിലേക്ക് ഇറങ്ങുമ്പോ അൽ ഫാത്തിഹ, മയ്യത്തെടുക്കുമ്പോഴും അൽ ഫാത്തിഹ, ദീർഘയാത്രകൾക്കും അൽ ഫാത്തിഹ, പുതുമഴവാറൻ ഇറങ്ങുമ്പോഴും അൽ ഫാത്തിഹ, ഖബറിന്റെ ചാര പോയാലും അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിത്തല. എവിടെ അൽ ഫാത്തിഹ വിളിച്ചോ അവിടെ പൈസന്റെ ഏർപ്പാടുണ്ട്, പൈസന്റെ ഏർപ്പാടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നില്ല. നിങ്ങൾ പിന്നെ റൂഹിന്റെ നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞ യൂട്യൂബില് ഒരു പ്രഭാഷണം കാണാം, കൊല്ലം ജില്ലയിലെ ചക്കുവള്ളിയില്. അവിടെ പറയുന്നുണ്ട് അൽ ഫാത്തിഹ എങ്ങനെയൊക്കെയുണ്ട് കച്ചവടം നടക്കുക എന്നുള്ളത്. വളരെ ഡെപ്തായിട്ട് ഒരു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം, ആനക്ക് വേണ്ടി അൽ ഫാത്തിഹ, ലോറിക്ക് വേണ്ടി അൽ ഫാത്തിഹ. ഈ ലോറിയുടെ അൽ ഫാത്തിഹ ഒക്കെ ആ പ്രസംഗത്തിൽ പറയണത് ലോറിക്ക് അൽ ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ അൽ ഫാത്തിഹ ഓതി, ഉസ്താദ് അൽ ഫാത്തിഹ ഓതി അയാൾ പറഞ്ഞത്ര ഈ ഉദ്ഘാടനമായിട്ട് ലോറി ഉസ്താദ് ഒന്ന് ഓടിക്കണം. അങ്ങനെ ഇദ്ദേഹം ലോറിയുടെ കീ ഓൺ ചെയ്തപ്പോൾ പള്ളിയുടെ മതിലും പോയി, അപ്പുറത്തെ ഖദീജ താത്താന്റെ 2 മതിലും പോയി. ഞാൻ അപ്പൊ ആള് പറഞ്ഞത് ഉസ്താദ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാനല്ല പറഞ്ഞത്. അപ്പൊ ആള് പറഞ്ഞു അള്ളാഹു നിന്റെ ജീവിതത്തിൽ 3 ആക്സിഡന്റുകൾ വിധിച്ചിരുന്നു, അതെന്റെ കൈക്കൊണ്ടല്ല നടത്തി തന്നാണ്. ഇനി മതിൽ കെട്ടിക്കൊടുത്ത് പോയിക്കോ, എന്റെ ജീവിതത്തിൽ ആക്സിഡന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ എന്താ പ്രസംഗത്തിന്റെ പേര്? റൂഹിന്റെ നൊമ്പരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അൽ ഫാത്തിഹയുടെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇസ്ലാമിൽ പ്രാർത്ഥനയിലുണ്ട്. നമ്മൾ പഠിക്കാതെ പോയിട്ടുണ്ട്, പലതും പഠിക്കാതെ പോയിട്ടുണ്ട്. നമ്മൾ പറയും ഒന്നെന്താണ്, ഗൾഫിലേക്ക് പോകുമ്പോ പ്രാർത്ഥനയില്ല. ഉണ്ട് പ്രിയമുള്ളവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുകയാ, ഒരാളെ യാത്രയാക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. നമുക്കറിയില്ല. നമ്മൾ നേരെ പോയി ഉസ്താദെ ഡേറ്റ് ശരിയായിട്ടുണ്ട് ഇങ്ങനെ പറയാ. നിങ്ങൾ ആലോചിച്ചോക്കെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കണുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ മഞ്ചേരിയിലെ പുൽപ്പറ്റയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ കുറെ പ്രയാസപ്പെട്ട് അവസാനം ഒരു വിസയും ടിക്കറ്റൊക്കെ തരപ്പെടുത്തി ഇവിടെ നിന്ന് പോവാൻ കുറെ പൈസയും കടം വാങ്ങി സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടി പോകുമ്പോൾ നാട്ടിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കണേക്കാൾ മുമ്പ് ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കും, ഉസ്താദെ ഡേറ്റ്. കലണ്ടറിൽ നെക്സും ദുശകുനൊക്കെ നോക്കിയിട്ട് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം. അത് ജൂതന്മാരുടെ ചര്യയാണ്, വിശ്വാസികളുടെ ചര്യയല്ല എന്ന് പറഞ്ഞ ഇബ്നു ഹജറിന്റെ ഇബാറത്തൊക്കെ മാറ്റിവെച്ച് നമ്മൾ കലണ്ടറിലെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് അവസാനം പോകണ ദിവസമല്ലേ ഇവൻ ഡ്രസ്സൊക്കെ മാറി സിറ്റ് ഔട്ടിൽ ഇറങ്ങിയെന്ന ഉസ്താദ് വിളിക്കും, അൽ ഫാത്തിഹ
ആ അൽഫാത്തിയും വിളിച്ച് ആമീനൊക്കെ എടുത്ത് പിന്നെ യാത്രയൊക്കെ പറഞ്ഞിട്ടൊരു പോക്കാണ്. ഞാൻ ചോദിക്കുന്നത്, സൗദി അറേബ്യയുടെ ജിദ്ദയിൽ പോയി ഇറങ്ങി, അൽഹംദുലില്ലാ നല്ലൊരു ജോലിയായി, വരുമാനമായി, കയ്യിൽ പണമായി, അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ അൽഫാത്തിയെ വിളിച്ചു വരണ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എന്റെ പൈസ കിട്ടിയപ്പോൾ നമ്മൾ അല്ലാതെ മറന്നോ? വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അൽഫാത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അൽഫാത്തി ഇല്ല. എന്തേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് പോയിട്ട് പറയും, ഉസ്താദെ ഷെയ്ഖ് ഞാനിങ്ങനെ നാട്ടിൽ പോവാണ്, മുത്തവാനോട് പറയാൻ നാട്ടിൽ പോവാണ് പറഞ്ഞാൽ മുത്തവ പറയും, എന്നാ ശരി നിങ്ങൾ പോയിട്ട് വസ്തൗദി ഇല്ലാ ഹദീനക്. അതെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മുത്ത റസൂല് പറഞ്ഞു, യാത്രയാക്കുമ്പോ, യുദ്ധത്തിന്റെ രണഭൂമികളിലേക്ക് പറഞ്ഞേക്കുമ്പോ, കച്ചവട യാത്രകളെ പറഞ്ഞേക്കുമ്പോ അള്ളാന്റെ ഹബീബ് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അസ്തൗദിഇല്ലാഹ ദീനക വ അമാനതക. പ്രിയമുള്ളവരെ, ഇന്ന് വരെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തില്ല, ഉമ്മ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോ ദുആ ചെയ്തോ, മോന് പോകുമ്പോ അവന്റെ കൈപിടിച്ച് പ്രാർത്ഥിക്കണേ, ഭാര്യമാരോട് ഭർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വാപ്പാ പൊന്നുമകൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അള്ളാന്റെ ഹബീബ് എങ്ങനെ ദുആ ചെയ്തോ അതുപോലെ ദുആ ചെയ്യാൻ. നമ്മൾ പറയും ഇവർക്ക് പ്രാർത്ഥന ഇല്ലാത്തവരാണ്. ഞാൻ ആധികാരികമായിട്ട് പറയാ, വിസ്ഡത്തിന്റെ മദ്രസയിൽ 3ലും 4ലും 5ലും പഠിക്കുന്ന മക്കളോട് ചോദിക്കും, മോനെ വാപ്പ ഗൾഫിക്ക് പോകുമ്പോ എങ്ങനെയാടാ പ്രാർത്ഥിക്കാൻ? ആ കുഞ്ഞുമോൻ പറഞ്ഞുതരും, അസ്തൗദി ഇല്ലാ ഹദീനക. നിങ്ങൾ സമസ്ത മദ്രസ പഠിക്കണ കുട്ടിയോട് വെച്ചു, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോ എങ്ങനെയാണ് ദുആ ചെയ്യണ്ടേ? അവൻ പറയും, പള്ളി പോയിട്ട് മൊയ്ലിയാരെ വിളിച്ചു വരണം. ഈ വ്യത്യാസമാണ് പ്രിയമുള്ളവരെ അള്ളാന്റെ ദീനിന്റെ കാര്യത്തിലുള്ള. അതുകൊണ്ട് റസൂലുള്ള എങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാ. പിന്നെ നമ്മൾ പറയും, മയ്യത്ത് കൊണ്ടുപോകുമ്പോ, വീട്ടിൽ നിറക്കുമ്പോ പ്രാർത്ഥനയില്ല എന്നോ? പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോ അള്ളാന്റെ മുത്ത റസൂൽ കടന്നു വരുന്നുണ്ട്, അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർലി അബീ സലമത, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുത്ത റസൂലിന്റെ ദുആ കാണാം. അതുകൊണ്ട് തന്നെ ആ ഹദീസ് വെച്ചുകൊണ്ട് ഉലമാക്കൾ പറയാണ്, മയ്യത്തിന്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, മയ്യത്തിന്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. നമ്മളോ എക്സിബിഷൻ കാണുന്ന പോലെ മയ്യത്ത് പോയിട്ട് ഇങ്ങനെ എത്തി വെക്കും, അവസാനം അവിടെ വന്നിരിക്കും, അവസാനം പള്ളിയിലെ മുഅദ്ദിൻ വിളിക്കും അൽ ഫാത്തിഹ, അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും. എന്തിനാമീൻ പറയണമെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടെ. ഇമാമിന്റെ ശ്വാസം എപ്പോ പോയോ അപ്പൊ നമ്മൾ ആമീൻ എന്ന് പറയും. ഇതല്ലേ സത്യത്തിൽ നടക്കുക? ഇതല്ലേ സത്യത്തിൽ നടക്കുക? നമ്മൾ പറഞ്ഞ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, ജനാസ കാണാൻ ചെല്ലുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ ഓരോരുത്തരോടും. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പീസ് റേഡിയോ സംവിധാനങ്ങളിലൂടെ, പള്ളി മിമ്പറുകളിലൂടെ, ഖുർആൻ ക്ലാസ്സുകളിലൂടെ, മദ്രസ പാഠപുസ്തകങ്ങളിലൂടെ മരിച്ച മയ്യത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതറിയുന്നവരാണ് ഓരോ മുജാഹിദുകളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന പഠിക്കണം, ആ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാവണം. എന്നിട്ടോ ഇനി നമ്മൾ പറയും, കണ്ടോ ഖബർ സിയാറത്ത് പോലും അവിടെ പോലും പോയിട്ട് പ്രാർത്ഥിക്കൂല എന്ന് പറയാ. നമ്മൾ പറഞ്ഞ സുന്നത്താൻ ചെല്ലേ, അവിടെ പോയി ദുആ ചെയ്യേ. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്നീ ഖദ നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ, ഇന്ന് വരെ ഖബർ സിയാറത്ത് ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ ചെയ്യണം. അത് പരലോകത്തിന്റെ ഓർമ്മയുണ്ടാക്കാനാ. അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾ സാധാരണ ഗൾഫിൽ നിന്ന് വന്നാല് പള്ളിയിലെ മൊയ്ലിയുടെ അടുത്ത് പോകും, ഉസ്താദെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തുനിന്ന് പോവാൻ. അവിടെ പോയി ഉസ്താദിനൊരു കൈമടക്കം കൊടുത്ത് അവിടെ ദുആ ചെയ്യും. നമ്മൾ കൈപൊക്കി ഇങ്ങനെ നിൽക്കും. നമ്മൾ പറഞ്ഞെന്താ, ഉമ്മാന്റെ ഖബറിന്റെ ചാരപ്പൊക്കോ, അവിടെ പോയി സലാം പറഞ്ഞു. കടന്നു വരുമ്പോ മനസ്സിന്റെ വികാരമുണ്ടല്ലോ, അല്ലാ എന്നെ പോറ്റി വളർത്തി എന്റെ ഉമ്മാന്റെ ഖബറാണ് റബ്ബേ, സ്ഥിതിഗതികൾ നിനക്കറിയാമല്ലോ അല്ലാ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബിനോട് പറയാനുള്ള ഒരു മനസ്സുണ്ടാവാൻ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ അല്ലേ നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയാവുന്ന. മുജാഹിദുകൾ പറയുന്നു ഖബർ ചെയ്ത്. അപ്പോ ഇസ്ലാമിൽ എവിടെയും പ്രാർത്ഥന ഉണ്ട്.
നമ്മൾ ആ ദുആകളെ മുഴുവൻ എന്താക്കി അൽഫാത്തിയുടെ ഒരു കച്ചവടാക്കി മാറ്റി നല്ലതാണ്. മാത്രമല്ല സുന്നത്തുകൾ ഉണ്ടാവും, ഇസ്ലാമിനൊന്നും പറ്റൂല. പക്ഷെ ബിദ്അത്തുകൾ വരുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സുന്നത്ത് പോവും. നമ്മൾ പറയും ഞങ്ങൾക്ക് നബിയോട് വലിയ സ്നേഹമുള്ള ആളുകളാണ്. നമ്മളെങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കല്? കൊല്ലത്തിൽ ഒരു റബീഉൽ അവ്വൽ 12 വന്നാൽ വലിയൊരു റാലി ഉണ്ടാക്കും. പലവിധ വേഷപ്രച്ഛന്നരായിട്ട് വരും. കുറെ തക്ബീർ മുദ്രാവാക്യം വിളിക്കും. നടന്നിട്ട് മിഠായി തിന്നും. റോഡ് ചിലപ്പോൾ ബ്ലോക്കാക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ട്. രാവിലെ റാലിക്ക് റെഡിയായി നിൽക്കുമ്പോൾ ഖത്തീബ് ഉസ്താദ് ഒന്ന് അനൗൺസ് ചെയ്യുക, ഇന്ന് സുബൈ ജമാഅത്തിന് പങ്കെടുത്തവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ 95% അപ്പം തന്നെ പുറത്തായി ഇല്ലേ? ഇനി നമ്മൾ ആലോചിച്ചൊക്കെ നബിയോട് സ്നേഹമുള്ളവൻ നബി ജനിച്ച ദിവസത്തിനെ എങ്ങനെ കാണണമെന്നാണ് അള്ളാന്റെ ദീന് പറഞ്ഞത്. ഒരൊറ്റ കാര്യമുള്ളൂ. സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, ഫീഹി വിളിത്തോ, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ്. എന്ന പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ്, നബിയായത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ, എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ. അപ്പൊ ഇസ്ലാമിൽ റസൂലുള്ളാന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങ് എന്താണ്? തിങ്കളാഴ്ച ദിവസം പട്ടിണി കിടക്ക നോമ്പെടുക്കുക. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? രാവിലെ മധുര പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെ കെങ്കേമാക്കി. നമ്മുടെ ഒരു സുഹൃത്ത്, ഞങ്ങള് ഊഹത്തിനടുത്ത് പറയുന്നില്ല, 2016 ഡിസംബർ 12 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു. അന്നൊരു സുഹൃത്ത് പറയാ, കാറിൽ ഇങ്ങനെ വരുമ്പോ ഒരു ടീം ഇങ്ങനെ കാറ് ബ്ലോക്ക് ചെയ്തു, ടേബിളിൽ പായസം ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. അപ്പൊ കാറിന്റെ ഗ്ലാസ് തുറന്നപ്പോ ഒരു ഗ്ലാസ് പായസം തുള്ളി കൊടുത്ത പറഞ്ഞു, എനിക്കൊന്ന് നോമ്പാണെന്ന് പറഞ്ഞു. നീ എന്താ നബിദിനായിട്ട് നോമ്പെടുക്കാൻ മുസ്ലിം അല്ലേ എന്നാണ് അവിടുന്ന് ആൾക്കാർ ചോദിച്ചേ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുത്തേന് നബിദിനായിട്ട് നോമ്പെടുക്കാൻ നീ എന്താ മുസ്ലിം അല്ലേ? അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കി, ആളുകളുടെ മനസ്സിലെ ധാരണങ്ങളൊക്കെയാണ്. റസൂല് ജനിച്ച ദിവസം ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരും. യഥാർത്ഥമായ ദുആകൾ മറന്നുപോയി, സമൂഹത്തോട് പഠിപ്പിക്കപ്പെടാതെ പോയി. അതെല്ലാം പ്രിയമുള്ളവരെ കച്ചവട കമ്പോളങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി നോക്കണേ, നിങ്ങൾ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഘടകവിരുദ്ധമായിട്ടൊന്നുമില്ല. എന്നാൽ ബിദ്അത്തിലോ പുത്തൻ ആചാരങ്ങളിലൂടെയാണ് റബ്ബല്ലാത്തവരോടുള്ള തേട്ടം വരുന്നത്. പ്രിയമുള്ളവരെ, ഒന്നാമതായി എടുത്തോ സ്വലാത്ത്. മുത്തുനബിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്തില്ലയോ? പറയൂലേ മുജാഹിദുകൾക്ക് സ്വലാത്തില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാ. റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനെന്ന് പറയുന്നവരാ. അത് പറയേണ്ട അവകാശം ഞങ്ങൾക്കല്ല. ഞങ്ങൾ എന്ത് പറയുന്നു എന്ന് ഞങ്ങളുടെ വായനല്ല നിങ്ങൾ കേൾക്കണ്ടേ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതാണ്. അള്ളാന്റെ മുത്തുനബി വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞോ? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കാരണം അള്ളാന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനല്ല, ആകാശലോകമായി ബന്ധമുള്ള നബിയാ, വഹിയുള്ള നബിയാ, മുഅ്ജിസത്തുള്ള നബിയാ. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പ് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധം വന്ന നിമിഷമുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ റസൂലുള്ളാഹിനെ കൊണ്ട് തബറുക്ക് എടുക്കാം, റസൂലുള്ളാഹിന്റെ മുടി കൊണ്ട് ബറക്കത്തെടുക്കാം. പിന്നെന്തിനാ നിങ്ങൾ മുടിപ്പള്ളീനെ എതിർത്തത്? സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാ, മുജാഹിദുകളെ കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഒറിജിനൽ മുടിയാണോ? തബറുക്കെടുക്കാൻ ഞങ്ങളുണ്ടാവും മുന്നിലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബ ബർക്കത്തെടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബർക്കത്തെടുത്തിട്ടില്ല. ഇതാണ് വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ള വെറും ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നവൻ
മുജാഹിദുകൾ അവരെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല. പിന്നെന്തിനാ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ? പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യമാണ് അവർ സ്വലാത്തില്ലാത്തോരാൻ. ഈ പ്രസംഗം ഇതുവരെ കേട്ട നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? എവിടൊക്കെ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞോ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ആമീൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ ദുആ ചെയ്തപ്പോഴാ റസൂലുള്ളാഹിന്റെ ആമീൻ വന്നത്. റഹിമ അൻഫറജുൽ മനുഷ്യന് മുഖം കുത്തി വീഴട്ടെ, നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിൽ വന്ന അവസാന വാക്കെന്താണെന്നറിയുമോ? ഒരാളുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെട്ടിട്ട് അവിടെ സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടോ? നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ ദുആയിന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എപ്പോ പേര് കേട്ടാലും സ്വലാത്ത് ചൊല്ലാം. പിന്നെന്താ സ്വലാത്ത് ഇല്ലാത്തോരാന്ന് പറയണേ? മുജാഹിദുകൾ മാസാന്ത സ്വലാത്തിന് വരാറില്ല. പിന്നെന്താ പറയണേ? അവർക്ക് നാരിയ സ്വലാത്തും കമാലിയ സ്വലാത്തും ഇല്ല. പിന്നെന്തുകൊണ്ടാ പറയണേ? അവര് സ്വലാത്ത് ഹൽക്കകൾക്ക് വരാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുത്തെ സാധാരണക്കാരോട് ചോദിക്കാൻ, മുത്തുനബീന്റെ നാവുകൊണ്ട് പഠിപ്പിച്ച സ്വലാത്ത് ഏതാണെന്നറിയോ? നമുക്ക് അറിയോ? നമ്മൾ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസ്വല്ലി സലാമൻ താമൻ. അതിന് ആര്യ സ്വലാത്തല്ലേ മോനെ, അതിന് ആര്യ സ്വലാത്തല്ലടാ. അത് റസൂല് പറഞ്ഞല്ലോ. അല്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് പറഞ്ഞ സ്വലാത്ത് ഏതാ? അതേത്? അങ്ങനെ ഒരു സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചെല്ലണം എന്നറിയോ? അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇങ്ങനെ ചൊല്ലി വന്ന് നമുക്ക് കിട്ടും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ലേ? വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ അല്ലാഹു തആല ആയത്തിറക്കിയപ്പോൾ റസൂലുള്ളാഹി വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച സ്വലാത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ. ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് ഇങ്ങനെ ഓടി വന്നു. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാനുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ. ആരോടാ പ്രാർത്ഥന? അല്ലാഹുവിനോട്. ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലേ? നമ്മളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാന്റെ റസൂലിന് സ്ഥാനല്ലേ? അള്ളാന്റെ കോടതിയിൽ സ്ഥാനമുണ്ട്. പിന്നെന്തിനാ നമ്മൾ തേടിയത്? നമുക്ക് കൂടി പുണ്യം കിട്ടാനാണ്, നമുക്ക് കൂടി പ്രതിഫലം കിട്ടാനാണ്. എന്നങ്ങൾ ആലോചിച്ചൊക്കെ പുതിയ സ്വലാത്ത് വന്നപ്പോഴോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിൽ അള്ളാഹിനോട് നബിക്ക് വേണ്ടി കോഴിക്കോട് നിന്നൊരു സ്വലാത്ത് പഠിപ്പിച്ചു. താജു സ്വലാത്ത് എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. 110 സ്വലാത്ത് ഉണ്ട്. അതിൽ കാണാ ഹുദബിയദീ കദലാക തഹീലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഹുദബിയദീ എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കദലാക തഹീലതി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. സമസ്ത പഠിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി നബിയോടുള്ള തേട്ടമാ, റസൂലുള്ള പഠിപ്പിച്ചതിൽ അള്ളാഹിനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാ. എന്തിനാണ് അങ്ങനെ ഒരു തേട്ടം പഠിപ്പിച്ചത് എന്നറിയുമോ? അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥനയില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു അലൈഹിസ്സലാം, അവർക്ക് രക്ഷയേകണേ അല്ലാ, അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട്. സ്വഹാബത്തുൽ കിറാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അള്ളാഹിനോട് അവരോട് തേടാനില്ല. മഹാന്മാരുടെ പേര്
കേൾക്കുമ്പോ പറഞ്ഞോ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനില്ല. ഇസ്ലാം പഠിപ്പിച്ചതെല്ലാം അള്ളാഹുവിനോട്, നമ്മൾ ഉണ്ടാക്കിയതോ നമുക്ക് വേണ്ടിവരോട്. പിന്നെ ഇതിനൊക്കെ ഒരു കച്ചവടം വിഭവങ്ങളൊക്കെ ആക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു അതിക്ക് നമ്മളില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ നമ്മളെ സ്വലാത്തില്ലാത്തവരൊന്ന് പറയാൻ ഞാനിവിടെ വന്നിട്ട് പറയാൻ, ഇവിടെ ഈ ചെറിയ ഗ്രാമത്തിലെ സലഫികളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ ചെലവ് അവരെ കൊണ്ട് താങ്ങൂല. നിങ്ങൾ കഴിവിന്റെ പരമാവധി ഒക്കെ സഹകരിക്കണം. അതുകൊണ്ട് ഈ പ്രസംഗം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്ന് സ്വലാത്ത് ചൊല്ലി പിരിയാം. ഞാൻ ഈ മൈക്ക് അവിടെ മാറ്റി വെച്ച് ഒരു കസേരട്ടൊരു ബക്കറ്റ് വെച്ച് അവിടെ നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസ ഉള്ളവരൊക്കെ കയറി വരാം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പണിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ പറഞ്ഞു, കണ്ടോ സ്വലാത്ത് ഇല്ലാത്തവരാണ്, വാലിൽ പോലും സ്വലാത്ത് ചൊല്ലിയില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, ഈ സ്വലാത്ത് മുത്തനബിക്കല്ല, ഇല്ല ഹദറത്ത് ഗാന്ധിജി പാപ്പ അവിടത്തേക്കാണ് ആ സ്വലാത്ത് ചൊല്ലിയത്, പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും ടൈം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ എനിക്കൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ മുത്തനബീൻ്റെ പേര് സ്വലാത്ത് ചൊല്ലാത്തെ? ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ, സല്ലല്ലാഹു അലാ. ഇത് ഓണാക്കിയിട്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് വെള്ളം ചായയൊക്കെ കുടിക്കാൻ നിങ്ങളെ കൊണ്ടിരുന്ന് ഇങ്ങനെ ചെല്ലിപ്പിക്കാൻ നമ്മൾ നിൽക്കില്ല. 2 മണിക്കൂറിന്റെ പ്രഭാഷണത്തിന്റെ ദൈർഘ്യം വരുമ്പോൾ അതിന്റെ ഇടയിൽ സദസ്സൊന്ന് വാടണെന്ന് കാണുമ്പോൾ എന്താ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മല്ലയം ലഇൽ ബത്ന ബിശ്ശഈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മല്ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ സദസ്സോ അങ്ങനെ ഒരു ആഘോഷം. പ്രിയമുള്ളവർ, എന്താണെന്നറിയോ, സ്വലാത്ത് ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പ്രവാചകന് നീ രക്ഷയേകണേ അല്ലാ. അതിങ്ങനെ ആഭാസാക്കിയിട്ടാണ് അള്ളാഹിനോട് പറയാ. ആണോ പ്രിയമുള്ളവരെ? അപ്പൊ അതുകൊണ്ടാണ് സ്വലാത്തിന്റെ കച്ചവടങ്ങളെ എതിർത്തു. യഥാർത്ഥമായി സ്വലാത്ത് ചൊല്ലിക്കോ. ധാരാളം അല്ലാഹുവിന്റെ ഹബീബിലുമ്മ അടുക്കളയിൽ ജോലി ചെയ്യാണോ, സഹോദരാ ഡ്രൈവ് ചെയ്യുകയാണോ, മുത്തുനബിക്ക് വേണ്ടി ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ. ഇപ്പൊ 2010 ശേഷം കുറച്ച് ആൾക്കാർ പറഞ്ഞു അങ്ങനെ ചൊല്ലിയ പോരാ, അത് കേരളത്തിൽ നിന്ന് സ്വരം കൂട്ടിയിട്ട് റസൂലുള്ളാഹിക്ക് ബൾക്കായിട്ട് ചവിട്ടിക്കയറ്റണം. ഇതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. നിങ്ങളിപ്പോ പുതിയത് കേട്ടുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം 2010 സൗത്ത് കർണാടകയിലെ അല്ലൻസാർ എന്ന് പറയുന്ന മാസികയിൽ ഒരു ലേഖനം വന്നു. SSFിൽ നിന്ന് 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിറ്റ് ഓരോ ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാൻ, ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കാൻ. അപ്പൊ ഈ ഒരുപാട് സ്ഥാപനം, ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ സ്ലിപ്പുകൾ വരലുണ്ട്, ഈ നമ്പറൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ അതിൽ എഴുതിയിട്ട് ഇങ്ങനെ ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതിയിട്ട് നഫീസ 216 സ്വലാത്ത്, എൻ്റെ വൈഫിൻ്റെ പേര് എഴുതിയിട്ട് ഷിഫ 2300 സ്വലാത്ത്. ഇതൊക്കെ എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അത് കൂറത്തങ്ങളോ ബായാർത്തങ്ങളോ വന്നിട്ട് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും, ചവിട്ടിക്കയറ്റും. ഈ സമ്പ്രദായം പ്രിയമുള്ളവരെ, മഞ്ചേരിയുടെ പരിസരങ്ങളിലെ ഉമ്മ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ചൊല്ലിക്കോ. അതിനെ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പുരോഹിതന്റെയും കാലിന്റെ ചോട്ടിൽ വെക്കണ്ട. എന്റെ വാക്കല്ല, ഖുർആനിന്റെ വാക്ക്. 9-ാം അധ്യായം സൂറത്തു തൗബ 33-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകള്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട കുറച്ചാളുകളെന്നല്ല, ഭൂരിപക്ഷം വരുന്ന ആളുകളും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. നിങ്ങൾ ആലോചിച്ച് ഈ ഒരൊറ്റ ആയത്തില് സമസ്ത മുജാഹിദൊക്കെ നിങ്ങൾക്ക് പഠിയും. ഇവിടെ ആരാണ് അള്ളാന്റെ ദീൻ? ഇവിടെ മുജാഹിദീർ പറഞ്ഞോ, ഇവിടുത്തെ മാസാന്ത സ്വലാത്ത് നടത്തി. അപ്പുറത്തെ പുൽപ്പറ്റ സലഫി പള്ളിയിൽ പുതിയ സ്വലാത്ത് തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പൈസ കൊടുക്കാൻ പോരെ. ആ കുത്തുബിയത്തിനേക്കാൾ മനോഹരമായ ഒരു കുത്തുബിയത്ത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് വരി ചേർന്നു എന്ന് പറയാൻ ഒരു ബദൽ സംവിധാന കച്ചവടത്തിന്റെ രീതിയല്ല. 1 രൂപയുടെ നാണയത്തൊട്ടും ഒരാളിൽ നിന്നും ആവശ്യമില്ല.
പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും അള്ളാന്റെ ദീന് വിറ്റ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കണ്ട. ഒരു സാധാരണ മുസ്ലിയാരോട് ശമ്പളം എത്രയും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ആ ഉസ്താദ് പറയും, ഈ പഞ്ചസാരക്ക് വരെ 45 റുപ്യ വില കൂടിയ കാലഘട്ടത്തിലും പള്ളിയിൽ നിന്ന് ഉസ്താദിനും ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൂടെ ജീവിക്കാൻ വേണ്ടി ഒരു മാസം കമ്മിറ്റി കൊടുക്കണം 9,000 റുപ്യാണ്, 10,000 റുപ്യാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടൊരു 10-20 റുപ്യ ഒക്കുന്ന പറയാ. ഈ എങ്ങനെയാണ് ഈ അങ്ങനെ ഇങ്ങനെ ആവണേ? അതാണ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ. മാന്യമായി ശമ്പളം കൊടുക്ക്, മാന്യമായിട്ട് ദീന് നടക്കട്ടെ. പുതിയതായിട്ട് ഓരോന്നുണ്ടാക്കി ആ നാട് കുഴപ്പമില്ല, അവിടെ നിന്ന് കുറച്ചധികം കിട്ടുമെന്ന് പറയുന്ന സംവിധാനങ്ങളും അല്ലാന്റെ ദീനിൽ ഇല്ലാട്ടോ പ്രിയമുള്ളവരെ. അങ്ങനത്തെ ഒരു സംവിധാന രീതി കച്ചവടങ്ങളും ഇസ്ലാമിലില്ല. സ്വലാത്ത് ഒറിജിനൽ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, തൗഹീദാൻ. പിന്നെ നമ്മൾ പറയും ഖബർ സിയാറത്ത് ഇല്ലാത്തവരാന്ന് പറയൂലേ? ഇല്ലേ? ഞാൻ എൻ്റെ ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് റോട്ടിക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട എൻ്റെ സ്വന്തം ബ്ലഡിൽപ്പെട്ട ഒരുത്തൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കുക, നീ എന്താ ഒറിജിനൽ മുജാഹിദല്ലേ? ഒറിജിനൽ മുജാഹിദല്ലേ? അപ്പൊ എന്താ ആളുകളുടെ മനസ്സിൽ കൊടുത്തത്? ഇവർക്ക് ഖബർ സിയാറത്തില്ല എന്നൊരു രീതി കൊടുക്കാൻ. നമ്മൾ പറഞ്ഞു ധാരാളമായിട്ട് ചൊല്ലേ. അവിടെ പോലും നിങ്ങൾ നോക്ക്, അവിടെ പോയി സലാം പറയുക, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ നാടാന്തരം ഇങ്ങനെ നടക്കും. ഉയർത്തപ്പെട്ട ഖബറുകൾക്ക് ചാരെ പുണ്യം തേടി നടക്കുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ. റസൂൽ പറഞ്ഞു ഖബർ സിയാറത്ത് എന്തിനാണ്? പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ, ദുനിയാവ് വേണ്ട എന്ന ചിന്തയുണ്ടാക്കാനാണ്. ദുനിയാവ് വേണ്ട എന്ന ചിന്തയുണ്ടാക്കാനാ. നമ്മൾ എന്തിനാ അജ്മീർ, ഏർവാടി, മുത്തുപേട്ട പോയത്? കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനാണ്. നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാനാണ്. മക്കളുടെ കല്യാണം പെട്ടെന്ന് നടക്കാനാണ്. വീടിന്റെ പണി പൂർത്തീകരിക്കാനാ. ഇസ്ലാം പറഞ്ഞു നാളെ ഞാനും ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടവനാണെന്ന ചിന്തയുണ്ടാക്കാനാണ്. ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനുണ്ട് ഇമാം മക്രീസി. തന്റെ തജ്രീദ് തൗഹീദുൽ മക്രീസി എന്ന് പറഞ്ഞ വലിയ കിതാബൊന്നുമല്ല, ചെറിയ 27 പേജ് മാത്രമുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു വന്നാസ ഫീ ഹാദൽ ബാബി സലാസത്തു അഖ്വാം. ഷാഫി മദ്ഹബ പറയണേ, ഷാഫി മദ്ഹബിലെ പണ്ഡിതനെ പറയണേ. അദ്ദേഹം വിശ്വാസപരമായ ഒരു മേഖല അദ്ദേഹം ചർച്ച ചെയ്തതാണ്. ഖബർ സിയാറത്തിന്റെ വിഷയത്തിൽ ആളുകൾ 3 മാനദണ്ഡത്തിൽ പോകുന്നുണ്ട്. ചില ആളുകൾ വഖൗമുൻ യസൂറൂനഹും, അവരെ സന്ദർശിക്കും, വയദഊന ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അതാണ് ശർഈയായ സിയാറത്ത്. എന്നാൽ അവിടെ പോയി അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവിടെ പോയി അവരോട് ചോദിക്കുന്നവർ, ഫഹാഉലാഇ ഹുമുൽ മുശ്രികൂന ഫിർ റുബൂബിയ്യ എന്നത് എന്റെ പദമല്ല. ഇമാം മക്രീസി തന്റെ തജ്രീദ് തൗഹീദുൽ മക്രീസി എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതാണ്. അള്ളാന്റെ റുബൂബിയത്തിൽ വരെ ഷിർക്ക് വെക്കുന്ന, പങ്കുകാരാക്കുന്ന ആളുകളാണ് അവരെന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ ഖബർ സിയാറത്ത് നമ്മൾ കൊണ്ടുവരാ. നിലവിളക്ക് അഗ്നി ആരാധനയുടെ ചിഹ്നമാണെന്ന് പറയുമ്പോൾ അതാരാ ഖബറിന്റെ ചാര കൊണ്ടുവന്ന് കത്തിക്കുന്നത്? പ്രിയമുള്ളവരെ, അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുതെന്ന് പറഞ്ഞതിനെ കൊണ്ടുവരാൻ നമുക്കാർക്കും അവകാശമില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ നോക്ക്, ഇസ്ലാമിൽ സുന്നത്തായി പഠിപ്പിച്ചതിൽ അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനയില്ല. ഈ പറയുന്ന വാക്ക് ഈ പ്രദേശത്തുകാരും മറന്നു പോകരുത്. ഒരു വിശുദ്ധ ഖുർആനിന്റെ കോപ്പി കയ്യിലെടുക്കുക, ഒരു പേജ് എടുക്കുക, ഒരു പേന എടുക്കുക. പള്ളിയിലെ ഏറ്റവും സ്വീകാര്യനായ ഉസ്താദിന്റെ കയ്യിൽ ആ ഖുർആൻ കൊണ്ടുപോയി കൊടുത്തിട്ട് ചോദിക്ക്, ഉസ്താദെ, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയല്ലേ? ആണ്. ആ റസൂലുള്ളാഹിക്ക് ലക്ഷക്കണക്കിന് നബിമാർ ഇവിടെ കടന്നുപോയിട്ടില്ലേ? കടന്നുപോയിട്ടുണ്ട്. എങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോടോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ല കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഒരൊറ്റൊന്ന് മതി. മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് കൊടുത്ത കഴിവുണ്ട്, ഹക്ക് ജാഹ് ബറക്കത്തുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഏത് ഭാഷ ഉപയോഗിച്ചാലും ആ ഖുർആനിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി. ഒരു പ്രാർത്ഥന ഉണ്ടോ? ഖിയാമത്ത് നാൾ വരെ കാണൂല, ഖിയാമത്ത് നാൾ വരെ കാണില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എടുത്തോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ, മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്, അള്ളാഹിനോടാണ്. ഖുർആനിലൂടെ കടന്നു വരുമ്പോ കാണാ
اهدنا الصراط المستقيم رب هب لي من الصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ابن لي عندك بيتا في الجنة ونجني من فرعون وعملي وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പറുണ്ടോ? മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാ, മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാ. പ്രിയമുള്ളവരെ, മൂസാ നബിയുടെ കാലത്ത് ആസിയ ബീവി പ്രാർത്ഥിക്കുന്നത് മൂസാ നബിയോടല്ല, കൊടുത്ത കഴിവോണ്ടല്ല, ഹക്ക് ജാഹ് ബറക്കത്തോണ്ടല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി. മുഴുവൻ പ്രാർത്ഥനയും ഖുർആനിൽ അല്ലാഹുവിനോടാ. നമ്മൾ പറയും അവിടെ പോയാ മഹാല്ലേ, നല്ല കറാമത്തുള്ള ആളാണ്. മുജാഹിദുകൾ കറാമത്തിന് അംഗീകരിക്കുന്നവരാണ്, കറാമത്ത് ആദരിക്കുന്നവരാണ്, ഔലിയാക്കളോട് ബഹുമാനമുള്ള ആളുകളാണ്. പക്ഷെ കറാമത്ത് കണ്ടാൽ ചോദിക്കേണ്ടത് ഔലിയാക്കളോടല്ല, ഉടമസ്ഥനായ അല്ലാഹുവിനോടാ. ഖുർആന പറഞ്ഞ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സക്കരിയ നബി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ മിഹ്റാബിലെ വലിയത്തുല്ലാഹി മറിയം ബീവി അല്ലാഹു ഇറക്കിക്കൊടുത്ത പഴം തിന്നുന്ന കറാമത്ത് കണ്ടപ്പോ വിശുദ്ധ ഖുർആൻ 3-ാമത്തെയും സൂറത്തു ആൽ ഇമ്രാൻ 38-39 ആയത്തിൽ കാണാം, സക്കരിയ നബി പറഞ്ഞില്ലല്ലയോ മറിയം ബീവിയെ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് ചോദിച്ചില്ല. മറിയം ബീവിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ട് കുട്ടിയെ തരണേ ചോദിച്ചില്ല. മറിയം ബീവി കള്ള കൊടുത്ത കഴിവുകൊണ്ട് കുട്ടിയെ തരണേ ചോദിച്ചില്ല. നോക്കണേ, സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നു, മറിയമേ ഈ പഴം എവിടെ നിന്നാ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞപ്പോ സക്കരിയ നബി തേടിയ തേട്ടം എന്താണെന്നറിയോ? ഹുനാലിക ദആ സക്കരിയ റബ്ബാ. അവിടെ വെച്ച് അപ്പോ അതേ നിമിഷത്തിൽ സക്കരിയ നബി റബ്ബിനോട് പറയുകയാ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. സക്കരിയ നബി കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടുകയാ, കറാമത്ത് കണ്ടോരോട് തേടിയില്ല. കറാമത്ത് അംഗീകരിച്ചു, കറാമത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് ആ റബ്ബിനോട് ചോദിച്ചു, മറിയം ബീവിനെ റെസ്പെക്ട് ചെയ്തു, ബഹുമാനിച്ചു. ഇത്ര വളരെ എളുപ്പമാക്കി ചിന്തിക്കാൻ മാത്രമല്ല ലളിതമാക്കി തന്നു വിശുദ്ധ ഖുർആനെ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചില്ല. കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്, കറാമത്തിനെ അംഗീകരിക്കുന്നവരാണ്, കറാമത്ത് ലഭിക്കുന്ന ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാണ്? കറാമത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോടാണെന്ന് ഖുർആനിലൊക്കെ തൗഹീദാണ്. പക്ഷെ ഖുർആന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന മാല മൗലിദല്ലേ, അതിൽ തേടിയത് ആരോടാ? ആരുടെ പേരിലാണോ മൗലിദ് അവരോട് നമ്മൾ ചോദിച്ചു അല്ലേ? ഖുർആൻ എതിരെല്ലാം വന്നു. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കാൻ തുടങ്ങിയതാണ്, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് CM മടവൂർ, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് CM മടവൂർ. ഞാൻ ഒറ്റ കാര്യം, ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്റർനാഷണൽ പുസ്തകമാണ്, അല്ലട്ടോ. കാരന്തൂർ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മടവൂർ CM വലിയുല്ലാഹി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 67, 68, 88, 89, 93, 94 പേജുകളിൽ ലോകം നിയന്ത്രിക്കുന്ന മഹാനായ വലിയന്റെ കറാമത്ത് പറയുന്നുണ്ട്. അദ്ദേഹം തുരുതുര സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം താടിയും മുടിയും ക്ലീൻ ഷേവ് ചെയ്തിരുന്ന ആളായിരുന്നു.
അദ്ദേഹം സ്വർണ്ണ ചെയ്യനും പട്ടും ധരിച്ചിരുന്നു. അദ്ദേഹം മൂത്രിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ കല്ല് കൊടുത്തപ്പോ ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞ വ്യക്തിത്വമാണ്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാറില്ല. ഭാര്യ അകാരണമായി തൊലാക്ക് ചൊല്ലിയ മനുഷ്യനാണ്. ഉമ്മാനോടും ഭാര്യയോടും അദ്ദേഹം മിണ്ടാറില്ല. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം 60-61 ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് ഔലിയാക്കളുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാ റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയോ? വല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാ. തഫ്സീറുൽ ഖുർആനുൽ അളീം, മൻ കാന ലില്ലാഹി തഖിയ കാന ലില്ലാഹി വലിയ. ആരല്ലാഹുക്ക് തഖ്വയോടെ കൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായിട്ടുണ്ടെന്ന. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂര്. ഫ്ലൈറ്റ് വരെ അദ്ദേഹം ഇങ്ങനെ ഖബറിൽ മലർന്നു കിടന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന. അദ്ദേഹം ഒന്ന് കണ്ണ് തിന്നിയാൽ ഫ്ലൈറ്റ് കൂട്ടിയിരിക്കുന്ന പറഞ്ഞേ. കോഴിക്കോട് കൊറോണയുടെ സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് തെന്നിമാറിയത് CM മടവൂര് ചെരിഞ്ഞു കിടന്നിട്ടാണോ? പ്രിയമുള്ളവരെ, ഫോട്ടോയിലെ കൃഷ്ണമണി ചലിച്ചിട്ട് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അത്രേ CM മടവൂർ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ഹാർട്ടിന്റെ സ്പന്ദനം നിലക്കുമ്പോഴാണ് മരണം നടക്കുന്നതെങ്കിൽ സ്വന്തം ഹാർട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞ CM മടവൂർ എങ്ങനെയാ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്? ബാത്റൂമിൽ തെന്നി വീണ് പരിക്ക് പറ്റിയ മടവൂർ CM അദ്ദേഹത്തിന്റെ ഒരു കാൽ ഉയർത്തി അടുത്ത കാല് ഞാൻ വെച്ചാൽ ഇതിൽ വഴുതി വീഴുമെന്ന അദൃശ്യമായ അറിവില്ലാത്ത മനുഷ്യൻ എങ്ങനെയാ ലോകം നിയന്ത്രിക്കുന്നത്? കേവലം 130 ഗ്രാം തൂക്കം വരുന്ന ഒരു കിഡ്നിയുടെ കൺട്രോൾ പോലും കൈകളിലില്ലാതെ അതിന്റെ പ്രവർത്തനം നിലച്ചുപോയ CM മടവൂര്, അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അദ്ദേഹം എങ്ങനെയാ ലോകം നിയന്ത്രിക്കുന്നത്? അദ്ദേഹത്തെ എല്ലാട്ടോ പറയണത്. അദ്ദേഹത്തിന്റെ പേരിൽ സമൂഹം കാണിച്ചു കൂട്ടുന്നതിനെ പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരലോകവും. പ്രിയമുള്ളവരെ, 1-ാം ക്ലാസ് പഠിക്കണ സമസ്തക്കാരനാവട്ടെ മുജാഹിദുകാരനാവട്ടെ നിഷ്കളങ്കനായ ഒരു മോനോട് ചോദിക്കും, മോനെ ആരടാ ലോകം നിയന്ത്രിക്കുന്നത്? ആ കുട്ടി പറയും അല്ലാഹ്. ഫിത്രത്ത്, ശുദ്ധമായ പ്രകൃതി. ആ കുട്ടി പറയും അല്ലാഹ്. മുതിർന്ന പുസ്താദുമാര് പറഞ്ഞു പടച്ചോനൊന്നല്ല, CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അബദ്ധത്തിലേക്ക് മാറുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് വലിയൊരു നോളജാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സൗദി അറേബ്യ പോയിട്ട് അവിടുത്തെ വലിയൊരു കഫീലിനോട് ഒരു സക്കാഫിയോ ഏറ്റവും വലിയ ഉസ്താദ് ആരോ ആവട്ടെ, അഹ്സനിയോ ആരോ പോയിട്ട് പറയാ, അവിടുന്ന് കഫീലിനോട് പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കണ ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ, കോഴിക്കോട് മടവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് വെച്ചാൽ സൗദി ചോദിക്കും, എന്താ മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫിയൻ? അത്ര കാറ്റേ ഉള്ളൂ. പ്രിയമുള്ളവരതിനെ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി ലോകം നിയന്ത്രിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. എന്തേ അത് കോഴിക്കോട്ടിലേക്ക് മാറ്റി? എന്തേ CM മടവൂരിലേക്ക് മാറ്റി? അവിടെയാണ് പെട്ടിവെച്ചുള്ള പിരിവിന്റെ കച്ചവടങ്ങൾ നടക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. ഈമാൻ പോക്കറ്റ് അടിക്കും. ഇവരുടെ താവടി എവിടെയാണെന്നറിയോ? ഷിയാക്കളാ പറഞ്ഞേ. മുദബ്ബിറുൽ ആലമുൽ അവ്വൽ, ലോകം നിയന്ത്രിക്കുന്ന ഒന്നാമത്തെ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുദബ്ബിറുൽ ആലമുസ് സാനി, ലോകം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ മനുഷ്യനാരാണെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അവരെ അതിന്റെ താവഴിയിലേക്ക് അന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും അല്ലാഹുവോട്. പക്ഷെ പുതുതായി മനുഷ്യര് കൊണ്ടുവന്ന മാലമൗലിദുകളും മദ്ഹല്ലേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആണയിട്ട് പറയാ, അള്ളാന്റെ റസൂല് നുണ പറയുന്നവരാണെന്ന് എഴുതി വെച്ചത് എവിടെയാ? അള്ളാന്റെ റസൂലിന്റെ മദ്ഹായി മാറുന്നത് സിദ്ദീഖ് മൗലിദിലാണ്. മദീനയുടെ ബാബുസ്സലാമിലൂടെ കടന്നു വന്ന് മസ്ജിദുൻ നബവിയിലെ പ്രവാചകന്റെ മിമ്പറും കടന്ന് റൗളയുടെ ഭാഗവും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരമെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുമ്പോ നിറഞ്ഞൊഴുകാത്ത കണ്ണില്ല, എഴുന്നേറ്റ് നിൽക്കാത്ത രോമങ്ങളില്ല. 1 അല്ല 10 അല്ല 100 തവണ പ്രവാചകന്റെ ഖബറിന്റെ ചാരമെന്നാലും കണ്ണ് നിറഞ്ഞൊലിക്കുമെങ്കിൽ ആ റസൂലുള്ളാഹിനെ നുണ പറയുന്നവനാണെന്ന് ചന്ദനത്തിരി കത്തിച്ച തലയിണക്കമേല് വെള്ളത്തുണി വെച്ച മൗലിദ് കിതാബ് വെച്ച് എത്ര പരിശുദ്ധമായ വേഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലും പുറങ്കാല കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇന്ത്യ വിട്ട് ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ ഏഴോരങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ഒഴുക്കിവിടും ഞങ്ങൾ തയ്യാറാണ്.
ഞങ്ങളുടെ മുത്തനബി നുണ പറയൂല. സിദ്ദീഖ് മൗലിദിൽ നിങ്ങൾ എഴുതി വച്ചില്ലേ? ഫാത്തിമ ബീവിയുടെ ജനനം പോലും കളവായി മൗലിദ് കിതാബിൽ നിങ്ങൾ എഴുതി വച്ചില്ലയോ? റസൂലുള്ള മിറാജ് പോയപ്പോ സ്വർഗത്തുനിന്ന് ഒരു ആപ്പിൾ പഴം കിട്ടുന്നു. ആ ആപ്പിളാണ് ഖദീജ ഗർഭം ചുമന്ന് ഫാത്തിമ. റസൂലിലേക്ക് സ്വർഗത്തിന്റെ മണം, ഫാത്തിമാനെ ഖദീജ ഗർഭം ചുമന്നപ്പോ ഖദീജക്ക് സ്വർഗത്തിന്റെ മണം. ഖദീജ ഫാത്തിമയെ പ്രസവിക്കുമ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറി. അടുത്ത മൗലിദിലെ ഫാത്തിമ മൗലിദിലെ വരി ഫവുലിദത ഖബല നബുവതി ബിഖംസ സനീൻ. അങ്ങനെ നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബിവി ജനിച്ചു. നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് പറഞ്ഞ നബിക്ക് വയസ്സെത്രയാ? 35 വയസ്സാണ്. അത് ശരിയാണ്. റസൂലുള്ളാഹിക്ക് ഫാത്തിമ ജനിക്കുന്ന 35-ാമത്തെ വയസ്സിലാ. മിറാജ് ഉണ്ടായതോ 51-ാമത്തെ വയസ്സിലാ. ഇനിയൊന്ന് മൗലൂദ് ഒന്ന് പഠിച്ചേ. 51-ാമത്തെ വയസ്സിലുണ്ടായ മിറാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു. മൗലായ നിങ്ങൾ കൊണ്ടോയിക്കോളി, നമ്മൾ ആ വഴിക്കില്ല എന്നാ പറഞ്ഞേ. മൊഹീദ്ദീൻമാല റിഫായിമാല ഇന്ന് വീട്ടിൽ പോയിട്ട് പരലോകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ 102 മുതൽ 109 വരെയുള്ള വരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മൊഹീദ്ദീൻമാല റിഫായിമാല വായിച്ചോക്ക്. തമ്മിത്തല്ലുന്ന മാലകളുടെ വരികളെ. മൊഹീദ്ദീൻമാല ഭൂമി എന്റെ കയ്യിൽ ഉണ്ട പോലെയാണ്. അപ്പൊ റിഫായിമാല പറയാം, ആലം 18,000 കിട്ടിയാലും എനിക്കൊരു കാലടി വെക്കാൻ തികയില്ല. ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബാണ് മൊഹീദ്ദീൻമാല, ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെ വെല്ലുന്ന ഔസാണ് റിഫായിമാല. 4 കിതാബ് ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട് മൊഹീദ്ദീൻമാല, 4 കിതാബ് ഞാൻ ഓതാതെ പഠിച്ചിട്ടുണ്ട് റിഫായിമാല. പ്രിയമുള്ളവരെ, ഇങ്ങനെ തർക്കങ്ങളെ ഇത് അവരാരും പറഞ്ഞില്ല കേട്ടോ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഇവർ എഴുതി ഉണ്ടാക്കിയതാണ്. മുഹ്യിദ്ദീൻ 2 സംഘടനകള്, പിന്നെ ഖാദിരിയ ത്വരീഖത്തും റിഫായിയ ത്വരീഖത്തും ഉണ്ടാക്കി. അവര് തമ്മിൽ തല്ലി. ഇത് രണ്ടും മനസ്സിലാക്കാത്ത, രണ്ടും മദ്ഹാണെന്ന് പറഞ്ഞ് പാടുന്ന മലയാളികള്. ഇത് ഒന്നും വെറുതെ അല്ല. നോക്കേ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകാമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലൊക്കെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അറിയും. അപ്പൊ റിഫായിമാല പറയാ, മുഹിയദ്ദീനും താമം കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഓളിച്ചോവർ. കണ്ണിൽ കാരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കവാരുവീനാദം നോവർ. മുഹിയദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ഒളിച്ചു കളിക്കുമ്പോ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷെയ്ഖ് കയറിയിരുന്നു. മുഹിയദ്ദീൻ ഷെയ്ഖിന് കാണാൻ കഴിഞ്ഞില്ല, കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. കാണാൻ പറ്റില്ല, നിങ്ങളൊന്ന് ഇറങ്ങി വരീന്ന് പറഞ്ഞു. അപ്പൊ എന്താ, മൊഹീദ്ദീൻ മാലക്കാരൻ ജീലാനി ത്വരീഖത്തേരും പറഞ്ഞ എല്ലാ അദൃശ്യം അറിയാ. അപ്പൊ റിഫായിക്കാരൻ പറയാ, ആളെ കണ്ണിന്റെ മേലെ ഞാൻ കയറി നിന്നിട്ട് എന്നെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ നീണ്ടു കിടക്കാൻ. നമ്മൾ മലയാളികൾ ഇതൊക്കെ മദ്ഹാണെന്നും പറഞ്ഞ് പാടാൻ പഠിക്കണം പ്രിയമുള്ളവരെ. ഇതൊന്നും ഇസ്ലാമിലെ മദ്ഹല്ല, അതിലുപരി മാരകമായത് അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടമാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. മാലമൂരുതുകൾ മുഹമ്മദ് നബിയുടെ പേരിലാണോ? റസൂലിനോട്. ബദരീങ്ങളുടെ പേരിലാണ് അവരോട്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണ് അദ്ദേഹത്തോട്. മഴ പെയ്യിക്കുന്നത് പോലും മുഹ്യിദ്ദീൻമാല ഖുതുബിയത്തിന്റെ വ്യാഖ്യാനം പാറന്നൂർ പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, പേജ് നമ്പർ 27. പലർക്കും അറിയാത്തോണ്ടാണ്. ഇതിലൊക്കെ ഫാത്തിഹ ഓതി അയച്ചു കൊടുക്കണം. ആർക്കാന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഇഹിം, ജിന്നുകളുടെ നേതാക്കന്മാര്, ജിന്ന ഉലിയാക്കള്, അഹ്മർ വത്തംറിയാത്ത്, ഹസ്സൽ ലഹ്കൂഷ്, ലൈമൂൻ ഹദലിയാത്ത്, നസ്ലസൂഷ് മൈമൂൻ, സുന്നിക്ക് ശതയ തഷ്കൂഷ്, അബിയൽ ഷംഖൂറഷ്, സൗബിഅ അല്ലദീന ആഹദുല്ലാഹു വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങൾ പറയുന്നത് വെറുതെ പറയാവും പ്രിയമുള്ളവരെ. അവർ ഇത് കുത്തിയിരുന്ന് പഠിച്ചതാണ്. അതായത് ജിന്ന ഉലിയാക്കൾക്ക് ഫാത്തിഹ അയച്ചു കൊടുത്തിട്ട് ഖുതുബിയത്ത് തുടങ്ങുക. എന്നിട്ട് ഇതിൽ പറയുന്നതാര മഴ പെയ്യിപ്പിക്കുന്ന മൊഹീദ്ദീൻ ഷെയ്ഖ്. പ്രിയമുള്ളവരെ, ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ പണ്ഡിത കുലപതിയുണ്ട്, അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മൾ ആൾക്കാരോട് പറഞ്ഞത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിൽ ഒരു ഭൂതം പോലെയാ. മദീനയിലെ യസീദിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് നാടുവിട്ട് കാസ്വീൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു കുട്ടി പിറന്നു, അബ്ദുൽ ഖാദർ ജീലാനി. വാപ്പ മരിച്ചു. ഉമ്മ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം. 18 വയസ്സാവുമ്പോൾ ഇറാഖിന്റെ ബഗ്ദാദിൽ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ ദീനി പഠനങ്ങൾ. 26-ാമത്തെ വയസ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. 52 വയസ്സ് വരെ ദീനി പ്രബോധന രംഗത്ത് സജീവം. 52-ാമത്തെ വയസ്സിൽ
വിവാഹം കഴിക്കുന്നു. 92ാമത്തെ വയസ്സിൽ അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, ലോകത്തിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച, ഒരു വർഷം മാത്രം നടത്തിയ 160-ലധികം വരുന്ന പ്രഭാഷണത്തിന്റെ സമാഹാരമാണ് ഫത്ഹുർ റബ്ബാനി. അത് വായിച്ചാലേ ഇവിടെയുള്ള സമസ്തവും തകരും. കാരണം എന്താ അറിയോ? ഇജ്അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഹൃദയത്തെ പള്ളിയാക്ക, റബ്ബല്ലാത്ത ആരോടും നീ തേടല്ലേ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജിന്നിലെ ആയത്ത് ഉദ്ധരിച്ച അബ്ദുൽ ഖാദർ ജീലാനി മൗലിദ് കിതാബിലെ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്ന ആളുകളോട് ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബരിയത്തി അഹദ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ ഒരു പടപ്പുകളോടും ആവലാതിപ്പെടല്ലേ എന്ന് ഫുതൂഹുൽ ഐബിന്റെ 136ാമത്തെ പേജിൽ പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞങ്ങളൊക്കെ നാവുകൊണ്ട് ദിക്ർ ചൊല്ലണോരല്ലേ, എന്നിട്ടും ഞങ്ങൾ ശിർക്കുണ്ടോ എന്ന് പറയുന്നവരോട് ഫത്ഹുർ റബ്ബാനിയുടെ 153ാമത്തെ പേജിൽ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? വഫീ ഖൽബിക കമ്മില, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോൾ ആശ്രയിക്കുമ്പോൾ നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകുൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചിട്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഉപകരിക്കൂല എന്ന് ഫത്ഹുർ റബ്ബാനിയുടെ 153ാമത്തെ പേജ് പഴയ പ്രിന്റ് കിതാബ്, 123ാമത്തെ പേജ് പുതിയ പ്രിന്റ് കിതാബിൽ ലോകത്തോട് വിളംബരം ചെയ്ത അബ്ദുൽ ഖാദർ ജീലാനി. ആ ശൈഖനെ നമ്മൾ പഠിച്ചില്ല. പ്രിയമുള്ളവരെ, അവിടുന്ന് ബദരീങ്ങളുടെ പേരിൽ, മുത്തുനബിയുടെ പേരിലാണോ മൗലിദ് തേട്ടമാരോടാ റസൂലുള്ളാഹിനോട് يا سيد السادات جئتك قصيدا أرجو هماك فلا تخيب مقصدي قد حل بما قد علمت من اللذى والظلم والضعف الشديد وأسعدي. നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, യാ സയ്യിദ സാദാത്ത്, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിത് വന്നിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ലേ. എന്റെ ദൗർഭാഗ്യങ്ങൾ അങ്ങേക്കറിയാലോ, അതുകൊണ്ട് സൗഭാഗ്യം ചെയ്യണ നബിയെ, മറ്റൊരിടത്ത് പാപങ്ങൾ പുറത്തു തരണ നബിയെ. ഏത് നബിയോടാ തേടുന്നത് എന്നറിയോ? ജനങ്ങളോട് പ്രഖ്യാപിച്ചു പോയൊരു പ്രവാചകനുണ്ട്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞ പ്രവാചകനില്ലയോ? അതിന്റെ പേരിലാണ് പ്രിയമുള്ളവര് മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല, പാറനിബിടമാണെങ്കിലോ അള്ളാന്റെ ഹബീബിനെ ചവിട്ടി അരച്ചത് എവിടെയാ? റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് തുപ്പിയത് എവിടെയാ? എന്തിനാണ് ഹബീബ് അനുഭവിച്ച ത്യാഗങ്ങൾ എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ ത്വായിഫിന്റെ ചവരടുക്കൾക്ക് താഴെ അള്ളാന്റെ ഹബീബിനെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകന് ബോധരഹിതനായി വീണിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി ദാഹജലം ലഭിക്കാത്ത വേദന തിന്നിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുൽ ജിബാൽ പ്രവാചകന്റെ മുമ്പിലൂടെ പെയ്തിറങ്ങുന്ന നിമിഷമാണെങ്കിൽ, അങ്ങൊന്ന് അനുവാദം തന്നാല് പോരെ നബിയെ, ഈ പർവ്വത നിരകൾക്കിടയിലൂടെ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. വേണ്ട, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകന്റെ നൊമ്പരങ്ങൾ എന്തിനാ? ത്യാഗങ്ങൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറന്നു വീണ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ, ഇരുട്ടിന്റെ മറവില് കഅബാലയത്തിനോട് യാത്ര പറയുമ്പോ, ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയില്ലേ കഅബയിലേക്ക്? പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്, ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് നബിയേ.
നബിയേ. പ്രിയമുള്ളവര്, അള്ളാന്റെ ഹബീബിനോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ റസൂലുള്ളാഹിനോട് തേടാനില്ല. ആ റസൂല് പറഞ്ഞ അല്ലാ, ബദർ മൗലിദാണോ, ബദർ ബൈത്താണോ, മജ്ലിസുൻ നൂറാണോ, മഹ്ദറത്തുൽ ബദരിയാണോ, തേടുന്നതാരോട്? ബദരീങ്ങളോട്. യാ മൻ ബിഹി ഹല്ലറദാ വഹ മൻ ബിഹമ്മിൻ നകീദാ കുല്ല ആദിയും മുസ്തൻജിദായ അഖില ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ. ഇന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിൽ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ ആദർശമെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ്, 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 ഹസ്ബുനല്ലാഹ്. ഇന്ന് പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല് ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണില് കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ പാതി മരിച്ചുപോയ ശരീരമായി ആ ഫലസ്തീനി പാലം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ, പച്ചയായ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യൗവനം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മരണത്തോട് മല്ലടിക്കുന്ന 7 വയസ്സുകാരനോട് 9 വയസ്സുകാരൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉമ്മാന്റെ ജനാദക്കരികില് 3 പൊന്നുമക്കൾ നിൽക്കുമ്പോ ഇളയ മോൻ 5 പോലും പ്രായമില്ല. പ്രിയമുള്ളവര്, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മക്കളോട് പറയുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വാപ്പാന്റെ കയ്യിലുള്ള പിഞ്ചുമോഹന്റെ തലയോട്ടിപ്പാതിയ നാപ്പാം ബോംബുകളെ കൊണ്ട് തകർപ്പപ്പെട്ടതാണെങ്കിൽ തലയോട്ടി കയ്യിൽ പിടിച്ച് വാപ്പ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. എവിടെയാണ് ആദർശമെന്നറിയോ? ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ നിന്ന് കേട്ടതാ. 1000-ഓളം വരുന്ന 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട്, ആയുധ സജ്ജരോട്, ഒന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങൾ പോരാടുമ്പോ അവര് പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ബദരീങ്ങളെ പഠിക്കാൻ എന്റെ പ്രിയമുള്ളവര് ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ? ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയോ അല്ലാഹു ഉറക്കിക്കിടത്തുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിരന്തരമായ തേട്ടം അല്ലാഹുവോട് കച്ചത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന പേടിയല്ല. ലം തുഅബദ അബദാ. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീഴുമ്പോ കാണാൻ താങ്ങാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാരിപ്പുണെന്ന് പറഞ്ഞു, മതി റസൂല്, അല്ലാഹു കൈവിടില്ല നബിയേ, അല്ലാഹു കൈവിടൂല നബിയേ. എന്തിനാണ് ബദറിന്റെ ത്യാഗമെന്നറിയോ? എന്തിനാണ് ബദറിന്റെ നൊമ്പരങ്ങൾ എന്നറിയോ? പ്രിയമുള്ളവരെ, ബദറിന്റെ രണഭൂമിയിൽ ആദ്യത്തെ ഷഹീദില്ലയോ ഉബൈദ? കയ്യറ്റുപോയ കാലറ്റുപോയ ഉബൈദ കണങ്കാലിന് വിട്ടുകൊണ്ട് താഴെ കിടക്കുമ്പോ രക്തം ചീറിയൊലിക്കുമ്പോ സഹാബത്തെ താങ്ങിയെടുത്ത് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടുന്ന് ഉബൈദത്ത് പറയാ, ബദറിന്റെ ത്യാഗം എന്തിനാണെന്ന് പഠിക്കാൻ റസൂലേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിൽ ഷഹീദാവാന് മോഹിച്ചവനാണ് ഞാൻ. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നബിയേ? ഇവിടെ കിടന്ന് മരിച്ചാ ഷഹീദാകുമോ നബിയേ?
ചുഗന്ധേനുബൈദത്തെ എടുത്തത് അമ്മ ചോരിന്തേ വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശാതിരു മുമ്പ് കിടത്തിക്കൊണ്ട് അവിടുന്ന് ഉബൈദത്ത് കണ്ണീരോടെ പറയുന്ന വാക്കാ. അവിടെ കിടന്ന് ബദറിന്റെ രണഭൂമിയിലോ ഷഹീദാവാനെ മോഹിച്ചതാണെങ്കിൽ എന്തിനാണ് നബിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നബിയെ പാതിരാവിന്റെ പാതിരാത്രിയില് പാതി വിരിയുന്ന പാരിജാതം തോൽക്കുന്ന നിലാപുഞ്ചിരി ലോകത്തൊന്നേ ഉള്ളൂ എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ആ റസൂലുള്ളാഹിന്റെ മുഖം പാടുന്നുണ്ട്, കണ്ണീരോടെ പറഞ്ഞു ഉബൈദ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാ, അണ്ടകടാഹങ്ങളുടെ സട്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സട്ടാവായ അല്ലാ, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാ, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാ, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാ, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മുടെ കരങ്ങളെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ. പ്രിയമുള്ളവരെ, വാശിയോ വൈരാഗ്യങ്ങളോ ഒന്നല്ല, ഒറ്റ വാക്ക്. നമ്മളിങ്ങനെ മജ്‌ലിസുന്നൂറിനും മഹ്ദറത്ത് ബദരിയക്കൊക്കെ പോയിട്ട് ഇങ്ങനെ തേടും, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്കളാൽ തുണറപ്പന. മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്കളുടെ കാവല് തരണേ പഠിച്ചോനെ. നിങ്ങൾ ആലോചിച്ചോക്ക്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്, ശത്രുക്കളുടെ ഭാഗത്ത് 300 ചില്ലാനം ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്തുനിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്നാണ്. ആ ഇബ്ലീസ് പേടിക്കണ അള്ളാനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാനാ പറഞ്ഞേ. മജ്‌ലിസുന്നൂർ തെറ്റാന്ന് പറയാൻ. നിങ്ങളൊക്കെ നിത്യേന ഓതുന്ന ഒരു സൂറത്തില്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ആരോടാ കാവൽ ചോദിക്കണ്ടേ? ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഞാൻ. അതിന് വൈരുദ്ധ്യാണ് ഇവിടെ വന്നിരുന്ന് പറയുന്ന ബദരീങ്ങളുടെ കാവൽ മരിക്കണ നേരത്ത് ഇബ്ലീസിന്റെ ഷർറ് വരുമ്പോ ബദരീങ്ങളുടെ കാവൽ തരണേ. അല്ല പറഞ്ഞു അവൻ തന്ത്രം മെനയുമ്പോ ഇത്രയും വിശേഷണങ്ങളുള്ള അള്ളാനോട് കാവൽ ചോദിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആനിന്റെ തണലിലൂടെ നമുക്ക് വേണ്ടി മറ്റുള്ളവരെ പിടിച്ചിട്ട് പോവാന്നൊക്കെ പറയലില്ലേ? ആയത്തിൽ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ധാരാളോതും. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാന്റെ അനുവാദം കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവൻ ആരുണ്ട്? അല്ല ചോദിക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എപ്പോഴാ ശുപാർശ പോവാ? അള്ളാന്റെ അടുക്കല് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാണ് ഞാൻ മഹാന്മാരെ വിളിക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരാള് വേറൊരാളോടൊരു പൈസ കടം ചോദിക്കാൻ എന്നോട് പറയാം, നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ, എനിക്ക് വേണ്ടി ഒരു 10,000 ഉറുപ്പിക തരുമെന്നൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചാലേ ഞാൻ പറയും, ഈ വ്യക്തി എൻ്റെ സുഹൃത്താണ്, ഞാൻ അറിയുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്, നിങ്ങളൊന്നൊരു 10,000 ഉറുപ്പിക കടം കൊടുക്കുമെന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ ഇയാൾ അറിയാത്തോണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കണേ. അള്ളാന്റെ അടുക്കൽ പോയി റെക്കമെൻഡ് പറയാൻ അല്ല അറിയാത്ത ആരുണ്ടോ? അതുകൊണ്ടാണ് അല്ല പറഞ്ഞ അവരുടെ മുമ്പിലുള്ളതും പുറകിലുള്ളതും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് ആ
പഠിച്ചോൻ്റെ അടുത്തേക്ക് നിങ്ങളെ റെക്കമെൻഡായിട്ട് പോകണ്ട. പ്രിയമുള്ളവരെ, എത്ര സുതാര്യമായ സുവ്യക്തമായ വിശുദ്ധ ഖുർആൻ, അള്ളാഹിനോട് മാത്രം തേടുന്ന ഇടനിലക്കാരുടെ ആവശ്യമില്ലാത്ത അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാരഥന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന അള്ളാഹ്ക്ക് മാത്രം കൊടുത്ത് അശക്തമായ ദീനിന്റെ കാമ്പിനെ മുറുകെ പിടിച്ച് ജീവിക്കണേ. ഇതുവരെയുള്ള എൻ്റെ സംസാരത്തിൽ ആർക്കെങ്കിലും മനസ്സിന് വേദന തോന്നുന്ന, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്കെന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദർശപരമായി പറഞ്ഞത്, മനഃപൂർവ്വം പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതാണ്, പഠനവിധേയമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വേറൊരു ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ആരുടെ മുമ്പിലും ജയിച്ചു കാണിക്കാനുമല്ല. അള്ളാഹു സാക്ഷിയാണ്. പരലോകമുണ്ട് പ്രിയമുള്ളവരെ, ഖബറുണ്ട് പ്രിയമുള്ളവരെ. പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല, നന്നാവട്ടെ എന്ന് ആലോചിക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാ, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ ദീനിന്റെ ശബ്ദമാണ് എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഇവിടുത്തെ ചെറിയ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. ഇനി നാട്ടുകാരെ, നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. നാളെ വഹദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല, സാധ്യമല്ല. ഒരു വാക്കുകൂടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞോട്ടെ. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരിൽ ഉസ്താദുമാരുണ്ടോ, പണ്ഡിതന്മാരുണ്ടോ? അള്ളാഹുവിന്റെ ദീന് മൂടി വെച്ച് നിങ്ങളെങ്ങാനും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവരുടെ വയറുകളിൽ അവര് തീയല്ലാതെ നടക്കുന്നില്ല. നാളെ അള്ളാഹു അവരോട് സംസാരിക്കില്ല, അവരെ സംസ്കരിക്കയില്ല. കാരുണ്യത്തിന്റെ നോട്ടം പോലും അള്ളാഹു നോക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകമാണ് എന്നും വേണ്ടത് എന്ന ധാരണയോടുകൂടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, രാജ്യത്തിന്റെ പരമാവധി ഫാഷിസത്തിന്റെ പിടിമുറുക്കലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനും കഴിവുള്ള ഖദീറായ റബ്ബേ, വലാ തുസല്ലിത്ത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് ആധിപത്യം കാണിക്കുന്ന ആളുകളിൽ, ഞങ്ങളോട് ധാർഷ്ട്യം കാണിക്കുന്ന ആളുകളിൽ ഒരിക്കലും ഞങ്ങളുടെ അധികാരം നീ ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരുടെ കയ്യിൽ ഞങ്ങളുടെ സുൽത്താനിയത്ത് നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. അള്ളാഹുവേ, എന്തിനും കഴിവുള്ള ഖദീറായ റബ്ബേ, ലോക മുസ്ലിമീങ്ങൾക്ക്, ഇന്ത്യയിലെ പാവങ്ങളായ ന്യൂനപക്ഷങ്ങൾക്ക് അള്ളാഹുവേ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخوان المسلمين المجاهدين في غزة وفي رفح. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم وتقبل شهداءهم. اللهم افتح المسجد الأقصى، اللهم افتح المسجد الأقصى، اللهم افتح المسجد الأقصى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടുകൂടെ പ്രിയമുള്ളവരെ, ഈ പ്രഭാഷണത്തിന്റെ ലിങ്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയും നിങ്ങൾക്ക് പഠനവിധേയമാക്കാം, ആയത്തുകളെ രേഖപ്പെടുത്തി വെക്കാം. മുജാഹിദുകൾ പറയുന്ന അർത്ഥമല്ലെന്ന് ചിന്തിക്കേണ്ട. സമസ്തയുടെ പരിഭാഷയിൽ ഈ ആയത്തുകൾക്ക് എന്തർത്ഥം കൊടുക്കുന്നു നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അവനവന്റെ പരലോകത്തിനെ അവനവൻ അധ്വാനിക്കണേ എന്ന് കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.